എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കേവലം 10 ദിവസമാണ് റേഷൻ വിതരണം അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ പോയി വാങ്ങണമെന്നാണ് റേഷൻ അറിയിപ്പായിട്ട് ആദ്യം പറയാനുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 മാസങ്ങളിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ ഈ മാസം നിർബന്ധമായും വാങ്ങണം. പ്രത്യേകിച്ച് മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുകാരാണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇല്ല എങ്കിൽ പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് ഇവരെ മാറ്റുന്നതാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ഇത്തരത്തിൽ 60,000-ഓളം ആളുകളെയാണ് മാറ്റിയിട്ടുള്ളത്. റേഷൻ വാങ്ങാത്തവർക്ക് നോട്ടീസ് നൽകുകയും കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകിയിട്ടില്ല എങ്കിലും അവരെ മുൻഗണന കാർഡിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. അടുത്ത അറിയിപ്പായിട്ട് പറയാനുള്ളത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട റേഷൻ കടയുടെ പ്രവർത്തന സമയമാണ്. കഴിഞ്ഞ വർഷം ഈ സമയമായപ്പോൾ വേനൽ കാരണം സമയത്തിൽ മാറ്റം വരുത്തിയിരുന്നു. പക്ഷേ ഈ വർഷം വേനൽ കടുത്തിട്ടും അങ്ങനെ ഒരു മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ 8 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ രാത്രി 7 മണി വരെയുമാണ്. അത് അങ്ങനെ തന്നെയാണ് തുടരുന്നത്. റേഷൻ വാങ്ങാൻ പോകുന്ന ആളുകൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത്. കാരണം ഈ മാസത്തെ റേഷൻ വിതരണം ഒരാഴ്ച വൈകിട്ടാണ് തുടങ്ങിയത്. പിന്നീടും ഒരുപാട് അവധികൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ റേഷൻ വാങ്ങാനുണ്ട്. സെർവർ തകരാറ് അവസാന ദിവസങ്ങളിൽ ഉണ്ടാകും. റേഷൻ വിതരണം OTP മുഖാന്തരം നടത്തുന്നതിന് വേണ്ടി മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകാൻ മറക്കരുത്. മറ്റൊന്ന് മസ്റ്ററിങ്ങിന്റെ കാര്യമാണ്. ഇലക്ഷൻ കഴിയോളം ഇനി മസ്റ്ററിങ് ഉണ്ടാകില്ല. കാരണം സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം ഇലക്ഷൻ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മസ്റ്ററിങ് ഉണ്ടാകില്ല. പല ആളുകളും കമന്റിൽ എന്നാണ് മസ്റ്ററിങ് ഇനി ഉണ്ടാകുക എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, എല്ലാ മാസവും 1-ാം തീയതി മുതൽ 19-ാം തീയതി വരെ മുൻഗണന റേഷൻ കാർഡിന് വേണ്ടിയിട്ട് ഓഫ്ലൈനായി ഗുരുതര രോഗമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസത്തെ അപേക്ഷ അത് കഴിഞ്ഞു. അടുത്ത മാസം വീണ്ടും അതുണ്ടാകും. ഇനി ഓൺലൈൻ ആയിട്ടാണ് മറ്റുള്ള ആളുകൾക്ക് മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക. പക്ഷേ അതിന് പ്രത്യേക സമയങ്ങളിൽ സർക്കാർ അപേക്ഷ ക്ഷണിക്കുമ്പോൾ മാത്രമേ കഴിയൂ. ഇപ്പോൾ അങ്ങനെ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടില്ല. കൂടുതൽ ഒഴിവുകൾ വരുന്ന സമയത്താണ് അപേക്ഷകൾ ക്ഷണിക്കുക. ഇപ്പോൾ അനർഹമായ മുൻഗണന റേഷൻ കാർഡുകാരെ കുറിച്ച് പരാതി നൽകിയാൽ പോലും അന്വേഷണം നടക്കുന്നില്ല. അത് ഇലക്ഷൻ കാരണമാണ്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കൂട്ടമായിട്ടുള്ള ഒരു പരിശോധന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വിളിച്ചു പറയുന്ന പരാതികളെല്ലാം ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ആ പരാതികളിലെല്ലാം കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. മുൻഗണന റേഷൻ കാർഡ് അനധികൃതമായിട്ടാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും. വലിയ പിഴ ഈടാക്കുന്നതുമായിരിക്കും. അപ്പം ഇത്രയും റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.